ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഭാമ തന്റെ പേഴ്സിലേക്ക് തോക്കെടുത്ത് വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് രാഘവൻ നായര്. ഒരു ഞെട്ടലോടെ രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്തിനാ ഭാമേ നീ ഇപ്പോ അതെടുത്തിരിക്കുന്നത്? ചിലപ്പോ ആവശ്യം വരും രാഘവേട്ട എന്ന് ഭാമ പറയുമ്പോ, ഭാമേ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മുടെ നാട്ടില് കോടതിയും നിയമവും ഒക്കെ ഉള്ളതാണ് എന്നൊക്കെ ഭാമയോട് രാഘവൻ നായർ പറയുമ്പോ ഭാമ പറയുകയാണ്, ഇല്ല, ചിലപ്പോ ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇത്രയും നാളും ഞാൻ കൂടെ കൊണ്ട് നടന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഇനി എന്താണെങ്കിലും അങ്ങനെ ഉണ്ടാകില്ല. സുസ്മിതയാണ് കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചാൽ ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ കൊന്നിട്ടേ വരൂ. ഒരു കോടതിക്കും നിയമത്തിനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഇത് കേൾക്കുന്ന രാഘവൻ നായർ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഭാമേ നീ വേണ്ടാത്തതൊന്നും ചെയ്യരുത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ്. പത്മാവതി അമ്മയെ ചോദ്യം ചെയ്യുകയാണ് അർജുൻ. അങ്ങനെ തന്റെ ഭർത്താവും തന്റെ മകനും മരിക്കാൻ കാരണം സുസ്മിതയാണെന്ന് പത്മാവതി അമ്മ പറയുന്നു. തനിക്ക് ഇത്രയും പറയാനുള്ളെന്ന് പറഞ്ഞ് അർജുൻ തന്റെ ഇരിപ്പിടത്തിൽ പോയിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അമീർ വരികയാണ്. അമീർ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് രോഹിത്തിന്റെ അച്ഛനെ കുറിച്ചാണ്. തികഞ്ഞൊരു മദ്യപാനിയും പുക വലിക്കുന്ന ഒരാളുമായിരുന്നു രോഹിത്തിന്റെ അച്ഛനെന്ന് പത്മാവതി അമ്മ പറയുമ്പോ അമീർ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് സുസ്മിത കാരണമാണ് രോഹിത്തിന്റെ അച്ഛൻ മരണപ്പെട്ടതെന്നല്ലേ? തികഞ്ഞ മദ്യപാനിയായ ഒരാള്, അയാൾക്ക് എപ്പോ വേണമെങ്കിലും ഹൃദയാഘാതം വരാമെന്നതേ ഉള്ളൂ. പിന്നെ അതെങ്ങനെ സുസ്മിത കാരണമാകും? അതിനൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ സാധിക്കില്ലെന്നൊക്കെ അമീർ പറയുമ്പോ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പത്മാവതി അമ്മ. സുസ്മിതയ്ക്ക് ഈ കോടതി ശിക്ഷ വിധിച്ചില്ലെങ്കിൽ താനും ചൈന കോളനിയിലെ മറ്റു പെണ്ണുങ്ങളും ചേർന്ന് സുസ്മിതയെ വലിച്ചു കീറുമെന്ന് പത്മാവതി അമ്മ പറയുന്നു. ഇതൊക്കെ കേട്ട് ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും അർജുനും. പത്മാവതി അമ്മ തന്നെ സുസ്മിതയ്ക്ക് ഇറങ്ങാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുമെന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലാകുന്നു. തുടർന്ന് അമീർ വാദിക്കുകയാണ്, രോഹിത്തിന്റെ മരണത്തിനും കൂടാതെ രോഹിത്തിന്റെ അച്ഛന്റെ മരണത്തിനും കാരണക്കാരി സുസ്മിതയല്ല, അതെല്ലാം സ്വാഭാവിക മരണം തന്നെയായിരുന്നു. അമീറിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പത്മാവതി അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. രോഹിത് പത്മാവതി അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ഒന്നും നടക്കുന്നില്ല. അവസാനം താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന സുസ്മിതയാണ് കാണിക്കുന്നത്. രോഹിത് സുസ്മിതയുമായിട്ട് കല്യാണത്തിന് മുന്നിൽ വീട്ടിൽ വരാറുണ്ടോ എന്ന് അമീർ ചോദിക്കുമ്പോൾ വരാറുണ്ടെന്ന് പത്മാവതി അമ്മ പറയുന്നു. എന്നിട്ട് നിങ്ങളെന്താ അതൊന്നും തടയാഞ്ഞത്? നിങ്ങൾക്ക് വിലക്കാമായിരുന്നല്ലോ. നിങ്ങൾ ഇതിനു മുമ്പ് സുസ്മിതയുടെ അച്ഛനെയോ അമ്മയോ കണ്ടിട്ടുണ്ടോ? സുസ്മിതയുടെ വീട് കണ്ടിട്ടുണ്ടോ? സുസ്മിതയുടെ ബന്ധുക്കളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള അമീറിന്റെ ചോദ്യത്തിന് മുന്നിൽ ആകെ പതറി നിൽക്കുകയാണ് പത്മാവതി അമ്മ. അങ്ങനെ പത്മാവതി അമ്മയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.